ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഒരുപാട് ദിവസമായല്ലോ. അതെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ അനിയന്മാരൊക്കെ എന്താ ചെയ്യുന്നേ? ഒന്നാമത്തെ അനിയൻ ഗണേഷ്, അവൻ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തവൻ ഷൺമുഖൻ, ഇപ്പൊ പോലീസ് ട്രെയിനിങ്ങിലാ. മൂന്നാമത്തവൻ സുബ്രഹ്മണ്യൻ, സിറ്റി കോളേജിൽ മെഡിക്കലിന് പഠിക്കുന്നു. കുറച്ച് വലുതായിട്ട് തയ്ക്കേ. അങ്ങനെ തന്നെ ചെയ്യുന്നേ. ഇതിനേക്കാളും വലുതായിട്ട് തുന്നിയാലേ ലൂസായിട്ട് വൃത്തികേടായിരിക്കും. സാരമില്ല, വളർന്ന പിള്ളേരല്ലേ, കുറച്ച് വലുതായിട്ട് തയ്ച്ചു. ശരി, നിങ്ങളുടെ ഇഷ്ടം. എടാ രംഗനാഥാ, നീ എന്താ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നെ? എന്താ അഹങ്കാരം അവന്! ഞാൻ വിളിക്കുന്നത് കേട്ടിട്ടും കേക്കാത്ത പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അവൻ. അമ്മൂമ്മേ, അതാരെന്നറിയോ? മോര് വിൽക്കുന്നവളാ. മോര് വിൽക്കുന്നവളോ? തലയിലൊരു കുടം പോലും ഇല്ലല്ലോ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞൊരു കണ്ണട വെക്കാനായിട്ട്. എന്താടാ, എന്താ നീ പറഞ്ഞു വരുന്നത്? കണ്ണട വെച്ചില്ലെങ്കിൽ എനിക്ക് കണ്ണു കാണില്ല, എനിക്ക് വയസ്സായി എന്നൊക്കെയാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അയ്യോ, അമ്മൂമ്മയ്ക്കല്ല, എനിക്കാ പ്രായമായത്, ക്ഷമിക്കേ. അങ്ങനെ വാ വഴിക്ക്. പൂജാ റൂമിൽ പോയി പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നടത്തിയേക്ക്. ശരി. ചേട്ടാ, വലിയേട്ടൻ കൊടുത്ത ഈ ഷർട്ട് നല്ല രസമുണ്ടല്ലേ? അതെ, നല്ല രസമുണ്ട്. അയ്യോ, ഇതെന്താ മക്കളെ ഇങ്ങനെ? പാടത്തെ കോളത്തിന് തുണിയെടുപ്പിച്ചോണ്ടല്ലോ. ആ തയ്യക്കാരൻ അപ്പഴേ പറഞ്ഞതാ, ഞാൻ അത് കേൾക്കാതെ ഇങ്ങനെ തയ്പ്പിച്ചത്. ഇതൊക്കെ ഇട്ടോണ്ട് ഇനി എങ്ങനെ നിങ്ങക്ക് പുറത്തു പോകാൻ പറ്റുക? അയ്യേ, ഇതിനൊക്കെ എന്തിനാ ചേട്ടൻ വിഷമിക്കുന്നേ? ഷർട്ടൊക്കെ കറക്റ്റായിട്ടത് ഞങ്ങൾക്ക് ഇടേണ്ട രീതി അറിയില്ല അല്ല? അതെ, അതിനെന്തിനാ വിഷമിക്കുന്നേ? ഇപ്പൊ നോക്കിക്കോ. ചേട്ടാ, ഇപ്പൊ നോക്ക്, ഇതാണിപ്പോ ഫാഷൻ. ശരി, നിങ്ങൾ പോയി അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കും. അമ്മമ്മേ, എന്താ? ചേട്ടൻ തന്ന ഷർട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. അയ്യയ്യേ, ഇതെന്താ നിന്റെ ചേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷർട്ട് വാങ്ങി തന്നിരിക്കുന്നത്? വളരുന്ന കുട്ടികളല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് ഇത്തിരി വലിയ ഷർട്ട് എടുത്താ എന്താ? ഇപ്പൊ നോക്ക്, നന്നായി വരട്ടെ. കണ്ണട വെച്ചില്ലെങ്കിൽ എല്ലാം ചെറുതായിട്ടാ കാണുന്നത്, പക്ഷെ കണ്ണട വെച്ചാ വലുതായിട്ട് കാണാം. അങ്ങനെ ഞാനിപ്പോ ഈ കണ്ണട വെക്കുന്നില്ല. എടാ, ബാക്കി തരാനുള്ളത് വാങ്ങിച്ചിട്ട് കാപ്പി കൊടുത്തേക്ക്. എടാ മോനെ, എത്ര നേരമായി വന്നിരുന്നിട്ട് ഒന്നും കഴിക്കാൻ തരുന്നില്ലേ? ഏയ്, ഞാൻ ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? സർവർന്ന് നീ വിചാരിച്ചോണ്ടിരിക്കുവാ? സോറി സർ, ക്ഷമിച്ചാലു. നിങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും സർ, ഇവിടെ ഇരിക്കും. അടുത്ത് ഞാൻ വന്നിരുന്ന ഇവിടെ ആരാ ക്ലീൻ ചെയ്യുന്നത്? എന്താ ഇത്? ഞാൻ ചോദിച്ചതെന്താ? ഓണിയൻ ദോശ. ഉള്ളി എവിടെ? ഇത് എവിടെ ഉണ്ട്? ഇതെന്താ? ദോശ. ഇത് ഉള്ളി. രണ്ടും ചേർന്ന ഉള്ളി ദോശ. നിങ്ങളെന്താ ചോദിച്ചത്? ഉള്ളി ദോശ. അപ്പൊ ഇവിടെ ഉള്ളതോ? ഉള്ളി ദോശ. എന്നാ വെട്ടി വീഴ. ഗണേശ, വന്നു മുതലാളി. നീ നല്ല പണിയാ ചെയ്തത്, നല്ല പണി. എന്റെ ഹോട്ടലിലേക്ക് എത്ര എണ്ണ നീ ലാഭം ഉണ്ടാക്കി തന്നത്. മുതലാളി, ഈ മാസം തരാനുള്ള ശമ്പളം കുറച്ചും കൂടി കൂട്ടിത്തരാണെങ്കിൽ. ദോശ കരിയുണ്ടോന്ന് പോയി നോക്കിയേ. എവിടുന്ന് വരുന്നു ആവോ? എന്താ ഇത്? എലി ചൊത്ത നാറ്റം അടിക്കുന്നല്ലോ. നാട്ടം വരുന്നോ? ഇപ്പൊ ഇല്ല. ഇവിടെ നോക്കടോ, കാലിങ്ങനെ ആടി എങ്ങനെ കഴിക്കുന്നേ? ഞാൻ കാലാട്ടുന്നതിലും നീ ഭക്ഷണം കഴിക്കുന്നതിലും എന്താണ് ഒരു ബന്ധമുള്ളത്? ഞാൻ പറഞ്ഞത് തന്റെ കാലല്ലടോ. പിന്നെ ടേബിളിന്റെ കാലാടി എങ്ങനെയാടോ കഴിക്കുന്നേ? എടാ കുമരേശ, ആ കാലിന്റെ ഒരു കല്ലെടുത്ത് വെച്ചേടാ. സൂപ്പർ കല്ല് മൊലാളി, ഞാൻ വെച്ചു. ഇപ്പൊ ശരിയായില്ലേ? ശരിയാ.
ഗണേശ നാളെ ഞാൻ നാട്ടിലേക്ക് പോവാ. അറിയാം. ഇനി നീ എനിക്ക് ഇഷ്ടപ്പെട്ട വളകൾ വാങ്ങിത്തരോ? അത്രയല്ലേ ഉള്ളൂ. ശരി, ഒന്ന് പെട്ടെന്നാവട്ടെ, ബസ് എടുക്കാൻ ടൈമായി. എന്നാ പോയി വരാം. ശരി, പോയിട്ട് വരട്ടെ. നന്നായി വരും മോളെ. എന്നാ വരാം. മുതലാളി വെങ്കായം മേടിക്കണ പൈസ തരാവോ? എപ്പാ നോക്കിയാലും പൈസ എന്ന് പറഞ്ഞോണ്ട്. ഓ, ഏതോ വലിയ പാർട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇയാളെ വെച്ചോണ്ട് നമുക്കൊരു പുതിയ ഹോട്ടൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം. തൊട്ടടുത്ത മണ്ഡപത്തിലെ എന്റെ അരിയത്തിയുടെ കല്യാണം. ഓഹോ. പാചകക്കാരെ പാചകം ചെയ്തോണ്ടിരിക്കുക. മുതലാളി വെങ്കായം മേടിക്കാൻ പൈസ. ഒന്ന് വെറുതെ ഇരിക്കടാ. എനിക്ക് മൈസൂർ പാർക്കും കേസരിയും വേണം. 500 പേർക്ക് ഉണ്ടാക്കി തരാനുള്ള ഓർഡർ എടുക്കോ? ക്യാ ബാത്തേ? ഈ പലഹാരമൊക്കെ തിന്നിട്ട് നിങ്ങൾ ബാത്റൂമിൽ എങ്ങോട്ട് പോകും? ഇത് വെറുതെ കണ്ടോ? സാറ് പറഞ്ഞോളൂ സാറേ. സാർ പറഞ്ഞു ഉച്ചയ്ക്ക് 100 പേർക്ക് 2 വിധ പായസമായിട്ട് നല്ല പ്യൂർ വെജിറ്റേറിയൻ മീൽസ് വേണം. മുതലാളി കട മൂടിയേക്കും മുതലാളി. നീ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? സാറ് പറഞ്ഞു സാറേ. പിന്നെ വൈകുന്നേരം റിസപ്ഷന് ഉഴുന്നുവടയും പരിപ്പുവടയും ബജിയും പിന്നെ ചമ്മന്തിയും ഇതൊക്കെ ചെയ്യണം. നല്ലൊരു ഓർഡർ ആണല്ലോ. ഇവന്റെ പൈസ വാങ്ങിച്ചിട്ട് പഴയ കടമൊക്കെ തീർത്തു കഴിഞ്ഞാല് എന്നിട്ട് പിന്നെ ഒരു പണി കൊടുക്കാം. മുതലാളി വെങ്കായം. നീ ഒന്നും മിണ്ടാതിരിക്കണ്ടോ? നിങ്ങൾ പറയൂ സാറേ. ഇതൊക്കെ ഓർഡർ ചെയ്യാൻ ഒരു നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ചേട്ടാ, എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ ഈ തുണി അലക്കുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടേ തുണിയെ ഉടുക്കാൻ പാടില്ല. തുണി ഉടുക്കാതിരുന്ന അലക്കുകയും വേണ്ട ഉടുക്കുകയും വേണ്ട. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ വീട് കെട്ടാൻ കല്ലിടിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യും? നല്ല വീടങ്ങ് ഉണ്ടാക്കി കൊടുക്കാം. ചേട്ടാ നമസ്കാരം. അയ്യോ, ഇതുപോലെ തുണിയൊക്കെ അലക്കി ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ടൗണില് ഒരു മിഷ്യൻ വന്നിട്ടുണ്ടെന്ന്. അത് മേടിച്ച് വീട്ടിലോട്ട് എടുത്തോണ്ട് വന്നെങ്കിൽ പഴയ തുണിയൊക്കെ എടുത്ത് അതിൽ വിട്ട് മൂടി വെച്ചാ മതി. നമ്മളെ കുളിക്കാൻ വെച്ച് നേരെ നിർത്തി വെച്ച് ഉണക്കി അലക്കി അയൺ ചെയ്ത് തരും. പിന്നെ അങ്ങോട്ട് പോയാ മതി. അതിന്റെ പേരെന്നാന്ന് വെച്ചാ ഗ്രൈൻഡർ. അതൊക്കെ ഓക്കെ. ഈ മാവരക്കാൻ വേണ്ടി ഒരു മിഷ്യൻ വന്നിട്ടുണ്ടല്ലോ, അതിന്റെ പേരെന്ന് പറഞ്ഞേ. പൊട്ടൻ. അതിന്റെ പേര് അറിയില്ലേ? അതിന്റെ പേര് എന്നാന്ന് അറിയാവോ? ജനറേറ്റർ. സാർ പോസ്റ്റ്. ആരാ മോനെ കത്തയച്ചിരിക്കുന്നത്? സിറ്റിയിലുള്ള നമ്മുടെ രാജീവില്ലേ, അവന്റെ ഭാര്യ അയച്ചതാ. ഈ മാസം നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഏതോ ഒരു ഫാക്ടറി നമ്മുടെ നാട്ടിൽ തുറക്കാൻ പോവാത്രേ. എന്റെ മകളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു. അവള് കുട്ടിയായിരുന്നപ്പോ കണ്ടതല്ലേ. ഈ കത്തിനോടൊപ്പം അവളുടെ ഫോട്ടോയും അയക്കുന്നുണ്ട്. അല്ല, ഇത്രയും നാളിന് ശേഷം ഇതെന്താ പെട്ടെന്നിങ്ങനെ? നിനക്ക് മനസ്സിലായില്ലേ? പെണ്ണിന്റെ പഠിപ്പ് കഴിഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു വന്ന് പിള്ളേരുടെ കല്യാണം ഒന്ന് ഉറപ്പിച്ചു വെക്കേന്നാണ് അർത്ഥം. ആഹാ, അങ്ങനെയാണോ കാര്യം? ശരി, ഒരു നല്ല ദിവസം നോക്കി ഞാൻ അവനെ അവിടെ പോയെന്ന് കണ്ടിട്ട് വരാം. ആ അമ്മമ്മേ, ഫോട്ടോ ഒന്ന് കാണിച്ചേ. അമ്മമ്മേ, ഏട്ടത്തിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അമ്മമ്മേ, ഏട്ടത്തി നല്ല. ഇതെന്താ പല്ലിങ്ങനെ ഉമ്മെന്നുള്ളത്? ഊന്നാണല്ലോ ഉള്ളേ. തേങ്ങ ചിരകാൻ പറ്റും അല്ലേ അതെ മോനെ? അമ്മമ്മേ, തേങ്ങാച്ചരവ് പോലുണ്ട്. കോങ്കണ്ണ് വേറെ. കോങ്കണ്ണത്തി. ഏട്ടാ, ഇതെന്താ ഏട്ടാ? ഏട്ടത്തിയുടെ ഫോട്ടോ കോലം കെട്ടുപോയല്ലോ. അത് കുഴപ്പമില്ല, പോട്ടടാ. എന്തായാലും അവളാണ് എന്റെ ഭാര്യ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചു. ഫോട്ടോ കാണിക്ക്. ഏട്ടാ വേണ്ട ഏട്ടാ, ഇത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ പേടിച്ചു. ഒന്ന് താടാ. ശരിക്കും വേണ്ട ഏട്ടാ. കുഴപ്പമില്ല, ഏട്ടാ, എന്താ ഈ പറയുന്നത്? ഇങ്ങോട്ട് താടാ. ഏട്ടാ, ഏടത്തി. എന്റെ അനിയന്റെ കല്യാണക്കാരെ സംസാരിക്കാനായി പട്ടണത്തിലേക്ക് പോവാണ്. ഒരു പുതിയ ബന്ധം കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരാൻ പോവാ. വരാൻ പോകുന്ന മഹാലക്ഷ്മി ഞങ്ങളുടെ കുടുംബത്തെ നല്ലപോലെ നോക്കണം. പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്ന സാറിന് വൺസ് അഗൈൻ എന്റെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.
രാജീവ എങ്ങനെയുണ്ടാ നിനക്ക് സുഖമാണോ? എന്തായാലും ഇങ്ങനെ നോക്കുന്നത്? അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാ. കുട്ടിക്കാലം മുതൽക്കേ ഞങ്ങൾ ഫ്രണ്ട്സാ. പറയട രാജീവേ, നീ അവിടെ പറഞ്ഞു കൊടുക്ക്. Excuse me, please. What? Country bro.